Yo, hello guys, welcome back to new video. Ayman Plus Master everkum swagatham pudhiya episode episode number 1 first episode everkum swagatham pudhiya YouTube channel. My channel name is Ayman Plus Master. That only plus videos, pinne editing videos, football editing video, pinne കാറിൻ്റെ അതായത് പെട്ടിട്ടുണ്ട് ഡിലീറ്റ് ആക്കും. പിന്നെ ഈ ഫുട്ബോളിൻ്റെ എഡിറ്റിംഗ് വീഡിയോസ് ആൻഡ് പിന്നെ ഫുട്ബോളിൻ്റെ എഡിറ്റിംഗ് വീഡിയോസ്, ബസ്സിൻ്റെ എഡിറ്റിംഗ് വീഡിയോസ്, ബസ് ഫുൾ വീഡിയോസ് മാത്രമേ ഇതിനകത്ത് ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഈ ഫുട്ബോൾ കളിക്കുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ, വലിയ ബാക്ക് പോകാനായി തോന്നുന്നു. ഓക്കെ, നാളെ ഒരു 500 കിട്ടും. ഓക്കെ, 300 GB സ്പാനിഷ് ലീഗ് ഗോർഡിയൻസ്. ഓക്കെ, ഒന്ന് അതൊക്കെ ഫുള്ളും എടുക്കുക. എന്താ ആയതിങ്ങനെ അപ്പം നമ്മൾ ടീമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദിസ് മൈ ടീം. ഇതാണ് ടീം. എൻ്റെ ടീം ഇന്ത്യയാണ്. മൈ കോച്ച് ഈസ് ഫ്രാങ്ക് ലംപാർഡ്, പണ്ടത്തെ ഒരു പ്ലെയറാണ്. ഇപ്പോൾ മാനേജറായി കഴിയുന്നു. പിന്നെ എഡിറ്റർ റോക്ബ CF. പിന്നെ ഇതാണ് എൻ്റെ ടീം. ഇത് പ്ലെയേഴ്സ് ഒന്നും പറയില്ല. പിന്നെ ഗോൾ കീപ്പർ, മാനേജർ ഇതൊക്കെ ഉണ്ട്. പിന്നെ സലഹ് നമ്മൾ ഉണ്ടാക്കിയ ടീമാണ്. കണ്ട 100ൻ്റെ എൻട്രിക്ക് ഉണ്ട് കാഴ്ച. എൻട്രിക്ക് 99 റീബറി. വേറെ ടീം കൂടെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിക്കണേ. ആവശ്യം വരുമ്പോൾ ഏതിലൊന്നും എടുക്കും. 2 ടീം ഇന്ത്യയാണ്. ഇതാണ് വേറെ ടീം എന്ന് പറഞ്ഞാൽ 100ൻ്റെ എൻട്രിക്കുള്ള. ഇത് നമ്മൾ അത്രയ്ക്ക് വെച്ചങ്ങനെ കളിക്കില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഫോർമേഷൻ ഇഷ്ടമാണ്, പക്ഷേ പ്ലേയേഴ്സ് അത്രയ്ക്കൊന്നും പോരാ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇതും വെച്ച് കളിച്ചും. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇതല്ല, 2 സേഫ് ഉള്ളത്. ഫോർമേഷൻ 3-2-1-4. ഓക്കെ, സെറ്റ് ടീമാണെന്ന് പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഫുട്ബോളിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതാണെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എന്തൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, ഫുട്ബോളിൽ കുറച്ച് ഒരു വീഡിയോ നമ്മൾ എപ്പിസോഡ് ഒന്നുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടീം ഇന്ത്യ 399 സ്ട്രെങ്ത്ത്, കളക്റ്റീവ് സ്ട്രെങ്ത്ത്. പിന്നെ ഇതാണ് നമ്മുടെ ടീം. ഈ സംഭവമൊക്കെ നമുക്ക് ഇറക്കാറ്റില്ല. കുറച്ചുള്ള നമ്മൾ അധികം റിലീസാക്കിക്കണേ. റീൽസാക്കി പറ്റും. അപ്പോൾ നമുക്ക് കുറേ പൈസയും പിന്നെ ലെവൽ ട്രെയിനിങ് ഒക്കെ കിട്ടും. ഇതെൻ്റെ ടീം. ഇതിനകത്ത് ഞാൻ കുറേ റിലീസാക്കിക്കണം. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇനി വേറെ കാര്യങ്ങൾ നോക്കാം. മാനേജർ ഫ്രാങ്ക് ലംപാർഡ് ഏറ്റവും നല്ലൊരു മാനേജർ എനിക്കായിട്ട് ഇങ്ങനെയാണ്, ഇയാളാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെയാണ്. ജോർദാൽ എൻ്റെ മോന് സെറ്റ് ബാക്ക് ജോർദാൽബ 99, സെർജിയോ ബുസ്കിറ്റ്സ്, ഇക്കർ കസിൽസ്. മോനെ എന്തായാലും അടിക്കത്തില്ല, കുറപ്പാണ്. ഹൈലൈറ്റ് കാർഡ് ഒന്നും അടിക്കില്ല. സെർജിയോ കാർഡോ ഒറ്റ സ്പിൻ ചെയ്യാൻ മാത്രമാണ് എന്നെ കളിയാക്കിയത്. എനിക്കുമുണ്ടൊരു ദിവസം. പെനാൽറ്റി കളിച്ചാൽ പെനാൽറ്റിക്കകത്ത് ഡിറ്റർ ഡ്രോഗ്ബ സ്പിന്ന് 2 ഉള്ളതാണ്. തൊക്കില്ല. ഡെറ്ററാപ്പിൻ്റെ ഒരു സ്പിന്നുണ്ട്, പക്ഷേ 150 ആൾക്കാരായി ഇന്ന് കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അടിക്കുന്ന ആൻസറാണ്. ചിലപ്പോൾ ചാൻസ് ഉണ്ട്, പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇല്ലാന്ന്. ഇൻ്റർസെപ്ഷൻ ഈ പ്ലേയേഴ്സ് കാണിച്ചത്. ഇതിങ്ങനെ തെറ്റും ഇങ്ങനെ വന്നിട്ടില്ല. 33 ആൾക്കാരാണ് അത്. കൊള്ളാം. ജോർജ്
കണ്ട ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയും പ്ലേയേഴ്സ് ഒന്ന് വരികയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടഫുള്ള നിക്കോളാസ് ജാക്സൺ അടക്കം, ഉസ്മാൻ ഡബെ അടക്കമുണ്ട്, മൈക്ക് മാഗിൻ, ഓക്കെ മൈക്ക് വാണ്ടൻ ഉണ്ട്. വിൻഡേഴ്സ് ഉള്ളതാണ്. നെതർലാൻഡ് എന്നാ ഡിലൈറ്റ്, വിനി, ആരിക്കാൻ, എമിനൽ, കുൽപ്പൽമർ, ഇത്ര ഉണ്ട് ഗൈസ്. ഓക്കെ ഇത് സ്പിന്നിയാം. നമുക്ക് അടിച്ചാണ് ഇതിപ്പോൾ ആരടിച്ചത്? ഇതിനകത്ത് അടിച്ചിട്ടുള്ളത് ഇവനെ മാത്രം. ഗോൾ കീപ്പർ ജിക്കെ, പിന്നെ ഡേറ്റ ഡ്രോപ്പ. അടിക്കത്തില്ല എന്തായാലും, ചാൻസ് കുറവാണ്, വളരെ ചാൻസ് കുറവാണ്. കാരണം പിന്നെ തന്നെ പോകും. ചെറിയൊരു ബാക്ക് തന്നെയാണ്, കാരണം നല്ലൊരു ബാക്ക് ചതിയാണ്. എമിനെമലിൻ്റെ ഒരു പാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അടിച്ചത്. കസിൻസ് ഉണ്ട്, ഒരു കടയുണ്ട്, കളിച്ച പാക്ക് വന്നിട്ടുണ്ടാവും. പൊളിച്ച് എന്ന് പറയാം സ്പാനിഷിലേക്ക്. നമ്മളന്നും ഇന്നും റിയൽ മാഡ്രിഡിനെ ഏരിയാത്തിരിക്കുമ്പോൾ ഇന്ത്യ ടിവിയിലെന്തൊക്കെ കിട്ടും അതും പറട്ടെ. കിലനമ്പക്കൻ്റെ പാക്ക് പറ്റില്ല, ഫ്രാൻസിനാണ്. ആളാണെന്ന് പറയാം. ഫ്രാങ്ക് ലംപാർഡ് ഇംഗ്ലണ്ടിൻ്റെ മാനേജറാണ്. പോളോ അപ്പോൾ ഞാനല്ലേക്കണം ഇംഗ്ലണ്ടിൻ്റെ മാനേജറും പിന്നെ ചെൽസിൻ്റെ മാനേജറാണ് ചെൽസി. എന്തായാലും നമുക്ക് തന്നെ കംപ്ലീറ്റ് ആക്കാം. ടീം ഇട്ടിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ട്. എടുക്കാം. ആണ് അവിടെ വേറെ DMF 89 എന്നാലും കള്ളക്കളി കേസ്. എന്നാലും ഇങ്ങനെ 89 പിക്ക് പാക്കാണ് കേസ്. പിക്ക് പാക്കാണിത് 89. ഇനീഷ്യസിൻ്റെ പിന്നെ എൻ്റെ അടുത്തുണ്ട് തരുന്നു RWF. പിന്നെ റോബർട്ടോ ലെമൻഡോസ്കി, നാച്ചോ, റോഡ്രിഗോ, ഇനിയസ്റ്റ, എൻ്റെ പേരെനിക്കറിയില്ല, ജോഹൻ ക്രൈഫ്, കിലിയൻ എംബാപ്പെ. എന്തായാലും പൊളി ടീം തന്നെ പറയാം. പക്ഷെ ജൂഡ് ബെല്ലിംഗ് അല്ല ഫസ്റ്റ്. പക്ഷെ എംബാപ്പയുടെ 101 എംബാപ്പ 101 മാക്സിമം 101 വയ്ക്കണം. പക്ഷെ നമ്മുടെ അടുത്ത് ഓൾറെഡി എംബാപ്പ കാർഡുണ്ട്. പക്ഷേ ഇത് എത്തിക്കത്തില്ല, കാരണം അത് റിയൽ മാഡ്രിഡിന് നമുക്ക് എംബാപ്പ കാർഡ് ആവശ്യമില്ല. പക്ഷേ ഇന്ത്യയുടെ എംബാപ്പ കാർഡ് ഉള്ളത് ഫ്രാൻസിൻ്റെ ഒരു കാർഡാണ് ഗൈസ്. സ്കോവയാണ് ഒരു മാനേജർ. സ്കോവിൻ്റെ വാക്കൊക്കെ വന്നിട്ട് ഫ്രീ സ്പിൻ ഡെയിലി കയറുമ്പോൾ ഫ്രീ സ്പിൻ എനിക്കടിച്ച്. ഇതിൻ്റെ പഴയ അക്കൗണ്ടിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓരണേ വിനി മൂഞ്ചി, എല്ലാവരും മൂഞ്ചി.
തന്നെ അങ്ങനെ ഇതാ പോണേ അടിച്ച് അടിച്ച് വോൾട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിസ് പാസ് കളങ്ങളിൽ എടുക്കണം. മിസ് പാസ് ഇന്റർസെപ്ഷൻ അടിക്കേ ഇന്റർസെപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പേക്കാടിലൊക്കെ സീനട്ട മോനെ കളിക്കാൻ നിൽക്കണ്ട. ഇന്റർസെപ്ഷൻ ഇന്റർസെപ്ഷൻ വെച്ചിട്ടുണ്ട്. ത്രോ ലഭിക്കും. പൈസ ഒക്കെ എടുക്കാം. കുറച്ചുകൂടെ എടുക്ക്. ഇന്റർസെപ്ഷനാണ് ഉറപ്പിച്ചാണ് കിട്ടി. എടുക്കേ ഓട്ടോ ത്രോ മാൻ. എൻ്റെ ഇപ്പോൾ മുന്നേ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഹായ് മൈ ഫ്രണ്ട്സ്, ഹായ് _my_ ഫ്രണ്ട്സ് അടിച്ചു കയറി. ബെല്ലിംഗാം ഇതാ പോണേ അടുത്തത്. അക്ക എന്തോ ഭാഗത്തിന് മോനെ കുട്ടിയോസ് തടുത്ത് ടാബ്ലോട്ട് കുട്ടിയോസ് എന്തോ ഭാഗത്തിന് എന്നെ തടുത്തത്. വരെ മിക്കവാറും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക. ലിങ്ക് ആണ് പിന്നെ കൊടുത്തോളാം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എടുക്കേ വാടക്കീനെ പാപ്പേ 100-110 വിടറാ. ഈ ആൻ്റണി ഗ്രീസ്മാൻ കുറച്ചൊക്കെ ഡേഞ്ചറട്ടാ. വെട്ടലല്ല കാര്യം, എടുക്കലാണ്. പിരാന്നാണ് വരും. ഗോള് അതിൻ്റെ അടിച്ചല്ല എൻ്റെതാ ചടപ്പിച്ച്. കോർണർ കിക്കേലും കിട്ടുമെന്ന് വിചാരിച്ചതാണ്. അടിച്ച് ഇവൻ്റെ ആരാണ്? കസിൻസാണാ സംശയം. ഇതൊക്കെ നടക്കണം. പിന്നെ ആരാ കൊടുക്കാം? അല്ല പേടിച്ചാണ്. അടുത്തതാവണം. അടുത്ത ഗോള് അടുത്തത്. താഴോട്ട് പിടിച്ച് കസിൽസ് തന്നെയാണോ? കസിൽസാണ് സംശയമുണ്ട്. കളിയൊക്കെ പോവാണ്. വെല്ലടിച്ച് പഠിക്കും. കണ്ട ഞാൻ അടിക്കുമ്പോ എന്താണെന്ന് തെറിക്കളി കൂട്ടോ. വിളിക്കാത്ത എന്താ അറിയാ, ഇനിയിലും നന്നാവാ എഴുതിയതാ. വേണ്ട ജൂഡ് ബെല്ലിങ് വെക്കട്ടെ. ചെക്കനെ കുറച്ചൊക്കെ ആവശ്യം വരും. ബെല്ലിംഗാമല്ലേ അടിച്ച് തടുത്ത് അക്കാളെ
കാളെ യന്ത്രവണ്ടി ഇന്ത്യയിലൊരു ഫുൾ ഇൻ്റർസെപ്ഷന്. ഇവനക്കാണ് ഇൻ്റർസെപ്ഷന് വരുന്നില്ല പണ്ടാണ്. ഇല്ലാണ്ട് ഇത് എന്ത് ഗായ്സ്, ഓനിക്കാണ് വന്നിട്ട് പന്തും കിട്ടുന്ന ഗോൾട്ട്. ഇനി അടുത്തത് ഇൻ്റർസെപ്ഷനാണ്. വാടാ വിനിയ നല്ല രീതി കളിക്കുന്നത്. അടുക്കേ ക്രൈഫ് എംബാപ്പെ. എടാ ഗോൾട്ടിങ് സീൻ 66 മിനിറ്റായി. എടാ അതെന്ത് കൂറുകൊണ്ട് ചെയ്യുന്നു. ഒടുക്കത്തിലും ക്രോസ് അതൊക്കെ അതിലിട്ട് അധികം കിട്ടണ മോനെ. കേറണ്ട കിട്ടും. സർജിയോ റാമോസ് അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടാവട്ടെ മോനെ. തല കൊണ്ട് അടിച്ചട പൊട്ടിക്കുവാനെ. എന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഉപകാരം പറഞ്ഞ റിലീസ് ചെയ്താൽ മതി. അപ്പത്തിന് ഒരു കയറിയാണ് കേട്ടിക്ക്. കളി പോയി. നീ വാടാ തലമണ്ട അടിച്ചാൽ പൊട്ടിക്കാന്. മാർക്കോൻ എനിക്ക് അറിയില്ല. അർക്ക് സമാധാനത്തോടെ കളിച്ചോ. വാ അവിടെ ഇന്റർസെപ്ഷൻ. നോക്ക് അതെന്തോ അടിച്ചു എടുക്കേ. അടാ ഓഫ് സൈഡ്. ഇവരങ്ങനെ റോബോട്ട് എലമെന്റിൽ പാരക്കിയത് തവിട്ടാണ്ട് അടിച്ചാണ്ട് വിട്ടോടാ. എടുക്കടാ. എന്തൊക്കെയൊന്നും കാര്യമില്ല. അവിടെ കയറ്റി വെക്കണം. എടുക്കടാ. എൻ്റെ പഴയ കളിയൊക്കെ നിങ്ങൾ കാണണം. അതെങ്ങാനും കിട്ടട്ടെ മോനെ. അവർക്കൊരു ഗോൾഡാനും കൊണ്ട് പറ്റില്ല. വാടാ ബെല്ലിംഗാം മുത്തേ. അടിച്ച് അടുക്കെടുക്കേ. അതെന്താ എന്ത് സ്വഭാവം ഈ ഇവിടെ വെറുപ്പിച്ചോട്ടാ. ഞാൻ അടുത്ത അതൊന്നും സ്റ്റാർട്ടില്ല. ഞാൻ ബാക്കടിച്ച് ഫുള്ള് പിരാന്തരാ. തെങ്ങോട്ട് അടിച്ചാണ് പൊട്ടിക്കുന്നു. വാടാ. അവിടെ കഷ്ടപ്പെട്ട് നല്ലൊരു ത്രോണ് കൊടുത്തപ്പോൾ ഒരു ക്രോസ്. എന്ത് കയ്യടിക്കുന്ന ആളെ കളയൊക്കെ ജി ടാബ്ലറ്റ കാസിൻ ജി ഒലിവർക്കാൻ്റെ അത്ര കീപ്പ് ചെയ്യടാ ജി. അല്ലാണ്ട് കയ്യടിക്കണം അങ്ങോട്ട് പറയണില്ല നീ. അടുത്തത് എടാ ബെല്ലിംഗ.
തന്നെ അടിച്ച് എംബാപ്പ സീന് ആടെ ഒരു ഗോളോടിട്ട് നമുക്ക് സുഖമായിട്ടാണ് പിടിച്ചിക്കാം. എംബാപ്പേ എംബാപ്പേ അവിടെ ഒരു കോർണർ കിക്കിലും കിട്ടി. കുഴപ്പമില്ല, 1-2 മാക്സിമം നമ്മുടെ റൈലുണ്ട്. കനി ഗോൾട്ട് പിന്നെ പണിയോ. ലൂക്കാ മോഡ്രിച്ച് ഇറങ്ങിക്കണോ മോനെ, ഇനി ഓൻ്റെ ഷൂട്ട് ചോക്കട്ടെ. ലൂക്കാ മോഡ്രിച്ചിൻ്റെ ബെക്കംബാറിൻ്റെ ബാക്ക് വന്നപ്പോൾ ലൂക്കാ മോഡ്രിച്ചിൻ്റെ ഒരു വയലറ്റ് പിങ്കാണ് ഓണേ. പിങ്ക് ഒരു ബാക്ക് വന്നു കഴിഞ്ഞാൽ ലൂക്കാ മോഡ്രിച്ചിൻ്റെ ആ ഒരു പാക്ക് കിട്ടണമെങ്കിൽ അടിച്ച് എന്താണത്. എന്ത് ത്രോരം മോനെ വെച്ചിട്ടേ പവർഫുള്ളാണ് ഇട്ടൂടെ താ പോണേ. ഒന്നും അറിയാത്ത മാതിരി പൊട്ടന്മാരെ മാതിരി ഇതൊക്കെ പ്ലെയർ മോനെ. ഈ ക്രൂഡറിക്കർ ഇങ്ങനെ ഇതിൻ്റെ അടക്കം ഇങ്ങനെ കയറി തന്നെ പറയണില്ല. പാസ് ആരാധിക്കാക്കണേ നല്ല ചാൻസ്. പിച്ചാണേ ഏട്ടാ. മുത്തേ ഞാൻ നമ്മളെ കളിച്ച് കണ്ടു ഗോളോടാ വാഴ മുത്തേ. 2-2 സമനില. ഗ്രീസ്മാൻ അണ്ടർക്കടിച്ച് തെങ്ങനെ തക്കണം ഇതെങ്ങനെ വാട മുത്തേ. അവിടെ ഇനിയ സ്റ്റാച്ച് പൊറ്റാണ് തെങ്ങനിലും കൊടുക്കണം. ഗോൾ 3-2. ഇതും കൂടി തടുത്താൻ പോണേ കളി ഒരു പോയി. പിന്നെ ഞാണ്ട് ഗോൾഡ് ചിലപ്പോൾ കൂടെ വെച്ചില്ല. തിരിച്ചാ മതി. ഗോൾ ജയിച്ചടാ എൻ്റെ ഇല്ല തന്നെ പറയണില്ല കേട്ടാ പറയിപ്പിച്ചോണ്ടേ. 100 കിട്ടി. അതേ കസിന് സേവിങ്സ് ഉള്ളത് നെയ്മർ ജൂണിൻ്റെ ഒരു പാക്കും അങ്ങനെയാണ് 100 കിട്ടിയിട്ടുണ്ട്. 100. ഓക്കെ അങ്ങനെ അടിച്ചിട്ടുണ്ട് ഏകദേശം. കളി അമ്മക്ക് തന്നെ.
ആ ലാസ്റ്റ് പണ്ടിറങ്ങി പാസിന് ഞാൻ അടിക്കാക്കിക്കണം ആ എക്സ്ട്രാ ടൈമിൽ പെനാൾട്ടി ആവാനുള്ള സമയത്ത് എന്താണ് ഓക്കെ എൻ്റെ എപ്പോഴും അടിച്ചില്ല, അടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ഇപ്പോൾ എത്ര രൂപ? 90. നാളെ ഒരു 50 കിട്ടും. നാളെ ഒരു 50 കിട്ടുമ്പോൾ എൻ്റെ കൂടെ 40, 240. അങ്ങനെ നമ്മൾ ഏകദേശം ജയിച്ചിട്ടുണ്ട്. വലിയ വേണ്ട ഗൈസ്, ഒരു സ്പിന്ന് ആട്ടെ, സ്പിന്നിയാ നമുക്ക് ഇനിയുണ്ട്. സീൻസ് നാളെ 50 കിട്ടും, 90 ഉണ്ട്. ഒരു സ്പിന്നാട്ടെ ഗൈസ്. ആരിലുണ്ട് അടിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മോനെ മുത്തച്ചക്കരെ ലെമീന യമൽ. അങ്ങനെ ലെമീന യമൽ ലോക്കഡ്. നമ്മൾ വിചാരിച്ച പ്ലെയറിനെ കിട്ടി. എനിക്കൊന്ന് വിചാരിച്ചതാണ്. ആരിലൊരാൾ ഔട്ടാക്കണം. ഇനി നമ്മളെ സാമ്രാജ്യം നോക്കാനുള്ളത് വിനീഷ്യസും ലെമീന യമലുമാണ്. 99. നാളെ സ്പിന്നും കൂടി ചെയ്യണം. ഫുള്ള് സ്പിൻ തന്നെ അങ്ങോട്ടെ. നെയ്മറിൻ്റെ പാക്ക് ചിലപ്പോൾ അങ്ങ് ചിലപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ. കാശ് അങ്ങനെ നല്ല പ്ലെയേഴ്സ് ഇങ്ങനത്തെ ഒരു ഈ ഫുട്ബോൾ പാക്ക് എന്ന് വരിക പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ള പാക്കാണ്. എനിക്കിനി രാത്രി വേണ്ടത് ഗോൾ കീപ്പർ വേണ്ട, അവൻ തന്നെ ഉണ്ട്. പിന്നെ ജോനാഥൻ ഡേവിഡിൻ്റെ അടുത്ത് അതിപ്പോൾ അങ്ങനെ വേണ്ടത്. സെർജിയോ റാമോസ് ഉണ്ടാവട്ടെ മോനെ, ഓനോട് ആഗ്രഹിക്കും. കിട്ടിയ കൊള്ളുള്ളത് AMF കൂൾ പാൽമർ. അവൻ്റെ പാക്കിൻ്റെ അടുത്ത് ഉണ്ടാക്കുക. തിയോ ഹെർണാണ്ടസ്. ഇതങ്ങനെ അറിയില്ല. തിയോ ഹെർണാണ്ടസ് ചെക്കനടിച്ചുകൊണ്ട് കൊള്ളാം. ഫുൾ ഇൻ്റർസെപ്ഷൻ്റെ ഒരാളെ അവനങ്ങനെ CV ഒക്കെ നിൽക്കുക. കടയിൽ RB ഒക്കെ അങ്ങോട്ട് ആക്കാം. മൈക്കോണ്ടന് പിന്നെ ഇൻ്റർസെപ്ഷൻ ഡീലൈറ്റ്. പിന്നെ മറ്റേ കടന് ഇപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല. ഡീലൈറ്റിന് മറ്റേ ഈ പാക്ക് പ്ലെയർ ഓഫ് ദി വീക്ക്. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. എൻ്റെ ടീം ഇഷ്ടപ്പെട്ട നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. ടീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലെമീന യമൽ ഫാനാണ്, നമ്മുടെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. അപ്പോൾ ഞാനൊരു ലെമീന യമൽ ഒരു ബാഴ്സലോണ ഇഷ്ടമല്ല, പക്ഷെ ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ മികച്ചൊരു കാണുന്നത് ലെമീന യമലാണ്. ഒരു മികച്ചൊരു പ്ലെയറായിട്ടാണ് എൻ്റെ പകർന്ന് കാണുന്നത്. ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ ഇവൻ തന്നെ. പിന്നെ ഇവനെ ഇറങ്ങി കളിക്കട്ടെ ലെമീന യമൽ. അപ്പോൾ അമ്മ ടീം ഇതാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ടീം. അപ്പോൾ ഇന്നത്തെ ഒരു ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ഫുട്ബോൾ കളിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ബോളിൻ്റെ കാര്യം അറിയത്തില്ല, ഇനിയിപ്പോൾ കയറ്റണ്ടേ. അപ്പോൾ ഈ ഫുട്ബോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഈ ഫുട്ബോളിനെ കുറച്ച് വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത ഒരു മൂന്നാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ 4ാമത്തെ എപ്പിസോഡ് ഇതിൻ്റെ ഒരു എപ്പിസോഡാകും. ഈ ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കുന്നത്
എന്ന് വെച്ചാൽ കയറുമ്പോൾ എന്തൊക്കെ കിട്ടുമോ അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ 3-4 എപ്പിസോഡിൽ ഇടാൻ പോകുന്ന എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ഇത് കയറ്റാൻ പോവുകയാണ്. നിങ്ങൾ ഫ്രണ്ടിന് നിങ്ങളോട് പറഞ്ഞു എനിക്കൊന്ന് കയറ്റണം, അപ്പം എനിക്ക് ഈ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് മുട്ടാട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയുക. ഈ വീഡിയോ ഒന്ന് തീർച്ചയായും നല്ല കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ആൻഡ് ബൈ ഇമാൻ പസ് മാസ്റ്റർ.